ഹേ ഹലോ മൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ട്രോപ്പിക്കിനോട് വീഡിയോ പറയാൻ പോവാണ്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഇത് നമ്മൾ ഒറ്റ മൈൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടായിരിക്കും ഗേസ്. വേറെയും കുറേ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു ഗേസ്. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പോകണില്ല. കൂടാത്ത ഒരൊറ്റ മൈൻഡിൽ ഇറങ്ങിയ ട്രിപ്പാണ് ഗേസ്. അങ്ങനെ നടക്കത്തില്ല ഗേസ്. ഞാൻ വേറെ സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചതിന് ഗേസ്. അപ്പോഴാണ് ഗേസ് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് കോൾ വന്നേക്കുന്നത്. നമ്മളെ LC ചെറുക്കനായിട്ട് വർക്ക്ഷോപ്പ് പോകണമെന്ന്. അപ്പോൾ വഴി ഒന്ന് മാറിപ്പോയി. അപ്പോൾ എന്താ വെച്ചാണെങ്കിൽ നമ്മൾ വണ്ടിക്ക് കിറ്റ് ഓർഡർ ചെയ്തായിരുന്നു. ഒരു 2 കിറ്റാണ് ഓർഡർ ചെയ്തേക്കുന്നത്. മറ്റ് ഭാവിയിൽ എപ്പോഴെങ്കിലും ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 കിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടില്ല. അവർ കിറ്റ് കയറ്റി തരില്ല, കാരണം സമയം പോകും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അവർക്ക് വേറെയും കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കണത്. ഗൈസ് ലാഗായി. വണ്ടി ഇവിടെ നേടെ പോയി റിപ്പയർ ആക്കണ്ടേ. സൈഡ് പോയിട്ടുണ്ട്, നോക്കട്ടെ. ആ ലാഗിൻ്റെ ഒരളക്കമല ഇതാണ്. സൈഡും കാലൊന്നും പോയില്ലേ. പിന്നെ വണ്ടി നല്ല ചളിയാണ്. പോണ വഴിക്ക് സർവീസ് ചെയ്യണോ? ആണ് വീട്ടിൽ നിന്ന് തന്നെ വേണ്ട സർവീസ് തന്നെ കൊടുക്കുക, കാരണം അത്രയും ഡസ്റ്റാണ്. ഗൈസ് കണ്ടോ ഈ ലാഗ്? പൈസ ക്ഷമിക്കുക. ലാഗ് നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ വിളിച്ചു പറയും ഞാൻ ഈ ഒലഹാസിനെ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാം. നൈസ് ഗിയറിൻ്റെ ലാഗ് ഈ വണ്ടിക്ക് നല്ല രീതിക്കുള്ളതുകൊണ്ട് നൈസ് ഈ വണ്ടിയും കൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല. എൻജിൻ മാത്രം ഉണ്ടായാൽ പോരാ ടൊയോട്ട. അത് ഈ വണ്ടിയുടെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കുന്ന ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്താ വന്നത് എനിക്കറിയില്ല. ഞാൻ ഈ വണ്ടി എത്ര നന്നായിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ബിക്കോസ് ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെയാണ് വണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ കേൾക്കൂലെന്നൊക്കെ ഒരൊറ്റ ഇങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. ഓരോരുത്തർ യൂസ് ചെയ്യാറുണ്ടാവും. ഫസ്റ്റ് തന്നെ വണ്ടി സർവീസിന് കൊടുക്കണം, പിന്നെ കിറ്റ് കയറ്റാൻ കൊടുക്കണം, അത്രയൊക്കെ അല്ലേ. നമുക്കിങ്ങനെ വണ്ടി ഇങ്ങനെ ആട്ടി ഓടിക്കാം. പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ പോയി നോക്കിയ അയ്യോ വഴി മാറി ബെസ്റ്റ് മുന്നിൽ പോയിട്ടുണ്ട്. നോക്കണ്ട, നേരെ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ വളച്ചങ്ങെടുക്കാം. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് അങ്ങ് വരാൻ പോകണം. വീട്ടിൽ ചെന്നിട്ട് വേണം കുളിച്ച് മച്ച് ഫ്രഷായിട്ട് പോകാൻ. പിന്നെ നമ്മൾ ഗിവ് അവേൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി കേസ്. അപ്പോൾ ഈ ഗിവ് അവേ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട കേസ്. നമ്മൾ ഒരു വേറെ സംഭവം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിനെ വിശദമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഗിവ് അവേ കിട്ടിയവർക്കും പങ്കെടുക്കാൻ പറ്റിയ നെക്സ്റ്റ് ഒരു ഗിവ് അവേ ലോഡിങ് ആണ്. അയ്യോ ഗൈസ്, നമ്മൾ ഗൈസ് ഫൈനലി സ്നോയിലേക്ക് പറന്നെത്തിയിരിക്കുന്നു. അത് എത്ര സ്പീഡിലാണ് എന്ന് നോക്കിയേ. അയ്യോ ചത്ത്. പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറുന്നത് കാണിക്കും. നമുക്ക് ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനും ഓർഡർ ചെയ്യാനുണ്ട്, കാരണം വീട്ടിൽ കഴിക്കാനൊന്നുമില്ല. അയ്യോ നമുക്ക് കുറച്ച് സാധനം വാങ്ങാണ്ട്, അതിനാണ് ഇവിടെ വന്നത്. ഇപ്പം ഈ വണ്ടി ഫുള്ള് സ്നോ ആയിട്ടുണ്ട്. ഓരോ സെക്കൻഡ് കൂടുമ്പോൾ അങ്ങനെ ആവണാണ്. ബൈസ് നേരെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിടാം. വണ്ടിക്ക് തണുത്തിട്ട് നിന്നൂടാ. ഞാൻ വേഗം ഡിക്കും കാലൊക്കെ തുറക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് പാർട്ട് വന്നേക്കുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ ഷോപ്പിംഗ് ചെയ്യാനാണ് ട്രോളിയൊക്കെ എടുത്തിട്ട് പോട്ടെ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാൻ ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ പാർട്ട്. അപ്പോൾ ബൈ.